പക്ഷേ ഒരു എലുമ്പച്ചാരാണെങ്കിലും ഈ ദീപകിനെ എനിക്കും ഇഷ്ടമായി വരുന്നുണ്ട് കസ്തൂരി. എന്നാലും എന്റെ രാജുവിനെ ഞാൻ എങ്ങനെ മറക്കൂടെ? എന്നാ പിന്നെ ഞാൻ ഓർക്കട്ടെ. താങ്ക് യു സർ. ഈ തിരക്കിനിടയിലൂടെ വന്നതിലും ഞങ്ങളെ അനുഗ്രഹിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്. ഞാനിവിടുത്തെ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ സാറേ. ശരി സാർ. ഓക്കെ സർ. എന്താടി? ഒരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ ഈ വൃത്തികെട്ട ചടങ്ങിന് വരരുതായിരുന്നു. നീ കാര്യം പറയടി. അല്പം മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. സംഭവം? എന്ത് സംഭവം? ഇവളോടൊക്കെ എന്താ ചെയ്യേണ്ടതച്ചാ? ഇവരൊക്കെ വിളിക്കുമ്പോ ഈ ചടങ്ങിന് വരുന്ന നമ്മളല്ലേ വെറും വിഡ്ഢികള്. ഇവിടെ എന്തു കൊടുങ്കാറ്റുണ്ടായാലും അവരുടെ കാരണം അടച്ച് ഞാനൊന്ന് കൊടുത്തേനെ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അത് വേണ്ട മോളെ, അമ്മ പറഞ്ഞത് ശരി. നമ്മൾ ഒറ്റപ്പെടും. അല്ലെങ്കിലും ഈ അംബിക ആരാണെന്നും അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. ക്ഷമയെന്ന് പറയുന്നത് വിവേകമുള്ളവരുടെ ശീല. നമുക്ക് ക്ഷമിച്ചേക്കാം മോളെ. അതുകൊണ്ട് നമ്മൾ ചെറുതായി പോങ്ങി അങ്ങ് പോട്ടെ. ഇതൊക്കെ നമുക്ക് നല്ല ശീലമാണല്ലോ. പോട്ടെ. ആ, പള്ളി പുള്ളി വിടാതെ അച്ഛന്റെ മുന്നിലൊന്നും വിളമ്പിയല്ലേ? പിന്നെ ഇവര് കാണിക്കുന്ന മര്യാദ കേടൊക്കെ അച്ഛനോട് പറയാതിരിക്കണോ? നിന്റെ അച്ഛന്റെ ചില നേരത്തെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? കലിയളകിയ കാട്ടാളിനെ പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാ? എടി, നീ അതൊന്നും പേടിക്കണ്ട. പ്രായമായി വരുന്നോറും ഞാൻ ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കുകയാണ്. ഞാനതൊക്കെ വിട്ടു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി. നിങ്ങൾ വാ. അമ്മേ, ഇവരെല്ലാം ഒറ്റ യൂണിയനാ? അതേടാ, ഋതിക ആൻഡ് രാജു ഫാമിലി യൂണിയൻ. അമ്മേ, എന്താടാ? ആ പത്മാവതി വെച്ച് അമ്മ എന്തോ ഗെയിം പ്ലാൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട്? ആ, കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വീണില്ലേടാ. ഇതിപ്പോ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത എന്റെ പിറന്നാൾ ആഘോഷമായി പോയില്ലേ. ഇന്നെന്തായാലും ഒരു നല്ല ദിവസം തന്നെയാ. ഈ ദിവസേ ഞാൻ എങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുവാന്നോ? വേണ്ട, നിങ്ങൾ ഉണ്ടാക്കണ്ട. കുത്തിത്തിരിപ്പ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അവൻ കയറി വരൂ ഇങ്ങോട്ട്. ഉച്ചയ്ക്ക് ഊണിന് മുൻപ് അവൻ്റെ തള്ളയെ വെട്ടിച്ച് വോഡ്ക വലിച്ചു കെട്ടാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വരുമോ എന്തോ. അവൻ വരുമ്പോ അവൻ്റെ ഹൃദയം പൊട്ടുന്ന ആക്ടിങ് കാഴ്ചവെക്കണം. ഫ്രണ്ടിന് കസ്തൂരി എന്ന് പേരിടാം. അല്ല കസ്തൂരി, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രേമം അല്ലടി. ഞാനും രാജുവും തമ്മിലുള്ള പ്രേമം തുടങ്ങിയിട്ട് കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. ഞാനും അവനും സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ തുടങ്ങിയ പ്രണയമാണ്. അവൻ എന്നെയും എനിക്ക് അവനെയും മറക്കാനേ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമായി പോയിടി ഞങ്ങൾ തമ്മില്.
രാജുവിനെ ഇവിടുത്തെ ഋതിക വലയിൽ വീഴ്ത്തിയതാ. അവൻ എന്നെ കല്യാണം കഴിക്കാൻ ഓടി വന്നതാ. പക്ഷെ അന്നത് നടന്നില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും ആ കല്യാണത്തിന് 100 വട്ടം സമ്മതമായിരുന്നു. പക്ഷെ നടന്നില്ല. ആ നിരാശ കൊണ്ടാ ഞാൻ അമേരിക്കയിലേക്ക് പോയെ. രാജു വിളിച്ചിട്ടാ ഞാനിപ്പോ തിരിച്ചു വന്നത്. ഞാൻ രാജുവിന്റെ പെണ്ണാ. എന്റെ ശരീരത്തില് രാജു അല്ലാതെ മറ്റാരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും രാജു ഒന്നാവും. ദീപക്ക് നിരന്തര ശല്യമാ. ഒരു വിധത്തിലാ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നേ. ഇപ്പൊ ടോക്കിയോയിലേക്ക് എങ്ങാണ്ടോ ഹണിമൂണിന് പോണോന്നും പറഞ്ഞ് അവൻ ഭ്രാന്ത് പിടിച്ച് നടക്കുക. പക്ഷേ ആ ഹണിമൂൺ പുഷ്പം പോലെ രാജു ഒഴിവാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു എലുമ്പച്ചാരാണെങ്കിലും ഈ ദീപക്കിനെ എനിക്കും ഇഷ്ടമായി വരുന്നുണ്ട് കസ്തൂരി. എന്നാലും എന്റെ രാജുവിനെ ഞാൻ എങ്ങനെ മറക്കൂടി? എടീ, നീ എന്നെ ചതിക്കായിരുന്നു അല്ലടി? നിന്നെ തൊട്ടു പോരുതന്നെ. അത്രയ്ക്കായല്ലേ? എന്നാ ഞാൻ നിന്നെ ഒന്ന് കൊല്ലും. പറയടി, ഞാൻ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. പറയടി സത്യം. നീയും അവനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മുഴുവൻ എനിക്കറിയാം. പറയാ, എല്ലാം പറയാ. അവൻ വിളിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, രാജു വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടല്ല. ദീപകിനെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ രാജു എന്നോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രഹസ്യമായിട്ട് തുടരാമല്ലോ എന്നും രാജു പറഞ്ഞു. രാജുവിന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ ദീപിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നമ്മൾ തമ്മില് ഒരു ഫിസിക്കൽ റിലേഷനും പാടില്ലെന്ന് രാജു എന്നെ താക്കീത് ചെയ്തു. പക്ഷെ രാജുവിന്റെ ശല്യം ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പറയടി, ബാക്കിയോടെ കേക്കട്ടെ.